Assalamualaikum, welcome back to my channel. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് എ പാക്കിംഗ് വ്ലോഗ്. പാക്കിംഗ് വ്ലോഗ് എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കില്ല. അത് ജസ്റ്റ് പാക്ക് ചെയ്യുന്ന ഒരു കുട്ടി വീഡിയോ ആയിരിക്കും, ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ആൻഡ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര മെസ്സി ആയിട്ടാണ്. നമ്മളെല്ലാം മേടിച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. എൻ്റെ ഫ്രണ്ടിലും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇനി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാക്കിങ് കാണിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ സമയം വന്നിട്ട് 11:45 12 മണിക്ക് അടുത്തായിട്ടുണ്ട് ഇപ്പം തന്നെ സമയം. അതിന് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഇക്കാർക്ക് ഇപ്പോഴും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോയേക്കാണ്. അപ്പോൾ എനിക്കെല്ലാം ഇങ്ങനെ നമ്മൾ പറക്കിയിട്ടിട്ട് പോകണ ഒരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്ലൈറ്റ് വന്നിട്ട് നാളെ രാവിലെ 10:30-ക്കാണ്. 10:30-ക്ക് ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മളൊരു 2 hours മുമ്പ് കയറണമല്ലോ. അപ്പോൾ ഒരു 8:30, അപ്പോൾ ഒരു 7:30-ക്കെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് ദമാം എയർപോർട്ടിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുള്ളൂ. ആൻഡ് ഞാൻ പോകുന്നത് ദമാം എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്കാണ് കേട്ടോ. സോ അപ്പോൾ ദമാം എയർപോർട്ടിൽ നമുക്ക് കുറച്ച് നേരത്തെ എത്തണമുണ്ട്. അപ്പോൾ ഒരു 6:30 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ റെഡി ആവാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പ് ഉറങ്ങണം. ഈ പാക്കിങ് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാനായിട്ട്. അല്ലെങ്കിൽ രാവിലെ എണീച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ രാവിലെ എണീച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം സെറ്റാക്കി എടുക്കാനുണ്ട്. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് ഫുഡ് അങ്ങനെ സംഭവം നമ്മൾ മീൽസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എനിക്ക് വന്നിട്ട് 30 കിലോയാണുള്ളത്. സോ നിങ്ങൾ ട്രോളി കണ്ടല്ലോ, ഒരു ട്രോളി 30 കിലോയും മറ്റത് വന്നിട്ട് 7 kg ആണുള്ളത്. ഓൾസോ നമുക്ക് ഹാൻഡ് ബാഗും ക്യാരി ചെയ്യാം. ഇവിടെ നിന്നൊന്നും പ്രശ്നമില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കിനൊക്കെ ഒന്നുകിൽ ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഒരു 7 kg ട്രോളി മാത്രം അലൗഡ് ചെയ്തേക്കുന്ന ഒരു റൂൾ ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ ഇവിടെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഒരു ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്, ഒരു ട്രോളി എടുക്കുന്നുണ്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ ചെക്ക് ഇൻ ബാഗേജ് വന്നിട്ട് 30 കിലോയാന്ന് പറഞ്ഞല്ലോ. ഞാൻ സംസം വെള്ളം മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സൗദിയിൽ നിന്ന് നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയൊരു സംഭവം സംസം വെള്ളമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും പോകുമ്പോൾ അതൊരു ഇക്കാക്ക നാട്ടിലേക്ക് വരുമ്പോഴും ഞാൻ പറയും സംസം വെള്ളം കുഞ്ചൻ കേട്ടോ എന്ന് പറയും. ഇപ്പം നമ്മുടെ ബന്ധുക്കളെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നമുക്കപ്പോൾ കുറച്ച് കൊടുക്കാമല്ലോ. സംസം വെള്ളം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഒരു 5 kg അവിടെ കുറഞ്ഞു. 5 kg സംസം വെള്ളം ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടിയേക്കുന്ന 25 റിയാൽസിന് കിട്ടിയേക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു എന്ന് ഓർക്കണു. നമ്മൾ നാട്ടിലേക്ക് ഷോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ 5 കിലോ അവിടെ കുറഞ്ഞു. ബാക്കി 25 കിലോയാണുള്ളൂ. അപ്പോൾ കുറച്ച് സ്വീറ്റ്സും കുറച്ച് ഡേറ്റ്സും അത് കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളൂ. 25 കിലോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ നാട്ടിലേക്ക് പോകണേൻ്റെ ജസ്റ്റ് ഒരു പാക്കിംഗ് വ്ലോഗാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് കുറേ അടിപൊളി വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാക്കിംഗ് തുടങ്ങിയാലോ. ഫസ്റ്റ് ഇവിടെ തന്നെ ഇരിക്കണം. നാട്ടിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഇങ്ങനെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കാരമൽ പുഡിങ് ഇങ്ങനെ പാക്കിൽ കിട്ടുന്നത്, അതുപോലെ നൂഡിൽസ്. പിന്നെ ഇത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് കയറി വരുന്നതാണ് ഈ ഒരു തേയിലപ്പൊടി. നല്ല തേയിലപ്പൊടിയാണ്. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹൈറ്റിയുടെ. കൊച്ചിയിൽ നിന്നാണ് കയറി വരുന്നത്. പക്ഷെ നമ്മുടെ കൊച്ചിയിലും അവിടെ നിന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ഇത് മേടിക്കുകയാണ്. ഇത് നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ആരെങ്കിലും ബ്ലൻഡർ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കസ്റ്റാർഡ് പൗഡർ, കസ്റ്റാർഡിൻ്റെ, പിന്നെ കുനാഫയിൽ വെക്കുന്ന ക്രീം, പിന്നെ മിൽക്ക് മെയ്ഡ്. ഇവിടത്തേനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ കിട്ടണ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അങ്ങനത്തെ സംഭവങ്ങൾ, സ്പ്രെഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഈ സൈഡിലുണ്ട്. പിന്നെ ഇത് ഞാൻ ഡ്രസ്സ് അങ്ങനെ കാര്യമായിട്ട് കൊണ്ടുപോകുന്നില്ല. ഡ്രസ്സ് അപ്പോൾ 7 kg ബാഗിൽ തന്നെ കയറും. അപ്പോൾ നമുക്കിനി പാക്കിങ് ചെയ്ത് തുടങ്ങിയാലോ. ഈ 2 ട്രോളി ബാഗിലാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്
മേക്കപ്പ് ഐറ്റംസാണ്. സ്കിൻ കെയർ ഐറ്റംസൊക്കെ എനിക്ക് നാട്ടിലുണ്ട്, അപ്പോൾ മേക്കപ്പ് ഐറ്റംസാണ് ഇല്ലാത്ത. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ് ഒരു പൗച്ചിലിട്ടിട്ട് അങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇടയ്ക്ക് എടുക്കണമെങ്കിലും കൺവീനിയൻ്റ് ആണ്, നാട്ടിൽ ചെന്നിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാനും കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ട്രാവൽ നമുക്ക് എടുക്കണമെങ്കിലും ഇത് ഭയങ്കര ഹാൻഡി ആയിരിക്കും. സോ 7 kg ട്രോളിയുടെ ഉള്ളിലാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് കിറ്റ് വച്ചേക്കുന്നത്. കുറേ പേർക്ക് ഈ നാട്ടിലേക്കുള്ള ഈ ഒരു പെട്ടി പാക്കിങ് ഇമോഷണൽ മൊമെൻ്റ് ആയിരിക്കും. ബട്ട് കുറേ പേർക്ക് ഒരു 50% പേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഹായ്, നാട്ടിൽ പോവാണ്, കുറേ നാൾ ജോലി എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ പോവാണ്, എല്ലാവരും കാണാൻ പോവാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഫീലിംഗ് ഇമോഷണലായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു ഈ ഒരു പാക്കിങ്. അത് ഞാൻ തന്നെയാണ് പാക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അവസാനം ഒരു ട്വിസ്റ്റിൻ്റെ ഒക്കെ വന്നിട്ട് അത് വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യമായിട്ടുള്ള ഡ്രസ്സ് മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ. കുറച്ച് ഡ്രസ്സാണ് എടുക്കുന്നുള്ളൂ. നാട്ടിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെയിറ്റും കൂടും. അതുകൊണ്ട് ഞാനങ്ങനെ ഡ്രസ്സൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ എനിക്ക് അത്യാവശ്യമുള്ള മെഡിസിൻസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം എടുക്കുന്നുണ്ട്. ആൻഡ് ആ മേക്കപ്പ് പൗച്ചും കൂടെ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് വെച്ചിട്ട് അവിടെ അത്രയും വെച്ചിട്ട് ഞാൻ അങ്ങനെ സെറ്റാക്കാണ്. പിന്നെ ഞാൻ പെങ്ങന്മാരുടെ കുട്ടികൾക്ക് ബാഗ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചപ്പോൾ തന്നെ എൻ്റെ വലിയ ട്രോളിയുടെ ഒരു ഭാഗസ്ഥലം തന്നെ പോയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യും, ഇനി എന്താക്കും. കാരണം ഇനി നമുക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യണമെങ്കിൽ സ്ഥലം വേണമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം അതിങ്ങനെ ഓർത്തിങ്ങനെ നിന്നു, ബാഗിന് കുറേ സ്ഥലം എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. എന്നിട്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു. എന്തായാലും ഒരുവിധം പാക്ക് ചെയ്ത് വെക്കാം, ഇക്കാക്ക വന്നിട്ട് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ പാക്ക് ചെയ്യാം കേട്ടോ. മറ്റേ ചോക്ലേറ്റ്സും ഡേറ്റ്സും പിന്നെ ഞാൻ മേടിച്ചേക്കുന്ന കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് അല്ല അത്. നല്ല പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്യണവർക്കൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കാം, എനിക്കറിയില്ല. ബട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ വാരിയിട്ട് പോവുകയാണെങ്കിൽ വെക്കുന്ന പാക്കിങ്ങും കഴിയും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പെർഫെക്റ്റായിട്ട് ഓരോന്നും അടുക്ക് ചിട്ടയിൽ ഓരോ ഓർഗനൈസ്ഡ് വാങ്ങി അതിനുള്ളിൽ ഓരോന്ന് അങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ കുറേ അങ്ങനെ കുറേ നിങ്ങൾ പാക്കിംഗ് വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരിക്കും ട്രാവലിന് പോകുമ്പോഴൊക്കെ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും പാക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ ട്രാവൽ ചെയ്തേക്കുന്ന ഒരാളും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തത് ഇങ്ങനെയാണ്. എല്ലാം ഇങ്ങനെ വലിച്ചേരിയിടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക വന്നിട്ട് നമുക്ക് സ്ഥലം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാക്ക വന്നിട്ട് എല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ പാക്ക് ചെയ്യലുണ്ടായി. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ക്ഷമ എനിക്കുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹാളിൻ്റെ ലിവിങ് റൂമിൻ്റെ ഫൈനൽ അങ്ങനെ ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. എല്ലാ ബാഗ്സും എല്ലാ കൂടും എല്ലാം പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വൃത്തിയാക്കി കേട്ടോ, എല്ലാം ക്ലീനാക്കി. ആൻഡ് ഇതാണ് നമ്മൾ 2 ട്രോളിയും എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഒക്കെ ചെയ്ത് വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ കറക്റ്റായിരുന്നു. എനിക്ക് പലപ്പോഴും എയർപോർട്ടിൽ ചെന്നിട്ട് ട്രോളി തുറന്ന് റീപാക്ക് ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇനി തൊട്ട് കറക്റ്റ് വെയിറ്റിലാണ് ഞാൻ പോകുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഓർക്കണം. ഒരു ചെറിയൊരു പെട്ടി പാക്കിംഗ് വ്ളോഗായിരുന്നു അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് ഓർക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.